എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 4 ബെഡ്റൂമിൻ്റെ വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പുളിയറക്കോണം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറി കാവുംപുറത്ത് 150 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ പണികഴിപ്പിച്ച ഒരു മനോഹരമായ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ ബാഗിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസിലായിട്ടാണ് വീട് ചെയ്തിട്ടുള്ള കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. നമുക്കിവിടെ 4 ബെഡ്റൂമാണ് വരുന്നത്. 4 വലിയ ബെഡ്റൂമാണ്, 4 നമുക്ക് അറ്റാച്ച്ഡാണ്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വില്ലയ്ക്കകത്ത് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് 5 മീറ്ററാണ് റോഡ് വരുന്നത്. 2 കാർ വരെ ഒരുമിച്ച് പോകാൻ പറ്റിയ റോഡിൻ്റെ വീതിയാണ് വരുന്നത്. നമുക്ക് ടാർ ചെയ്തിട്ടുണ്ട്. ഈ വില്ലയ്ക്ക് നമുക്ക് ഏകദേശം 25 വീട് അടുപ്പിച്ച് നമുക്കുണ്ട്. ഇതിൽ ഏകദേശപ്പെട്ട വീടൊക്കെ നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. മിക്ക വീട്ടിൽ നമുക്ക് ആൾതാമസം വരുന്നുണ്ട്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീടിനോട് ചേർന്നാണ് നമുക്ക് കാർ പോർച്ച് വരുന്നത്. 2 വലിയ ഇന്നോവ കാർ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീട്ടിൽ സോളാറിൻ്റെ കണക്ഷൻ, CCTVയുടെ കണക്ഷൻ, നമുക്ക് 3 ഫേസാണ് നമ്മളിവിടെ കണക്ഷൻ വന്നിട്ട്. ലൈൻ കണക്ഷൻ വന്നിട്ട് 3 ഫേസാണ് വരുന്നത്. ഈ വീട് നിൽക്കുന്നത് നമുക്ക് കിഴക്ക് ദർശനത്തിലാണ് വീട് നിൽക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് തമ്പാനൂർ പോകാൻ നമുക്ക് 11 കിലോമീറ്ററിൻ്റെ അകത്താണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 83 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മളൊന്ന് പറയാൻ പോകുന്നത്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ആർട്ടിക്കൽ ഗ്രാസും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ നോർമൽ മടക്ക് ഗേറ്റ് 2 ഗേറ്റും വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. കിണർ വന്നിട്ട് ഈ സൈഡിലാണ് നമ്മുടെ കിണർ വന്നിട്ട്. ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ വീട്ടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. 3 ചുറ്റും നമുക്ക് ടെയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. വീട്ടിൻ്റെ ഫ്രണ്ടിലും നമുക്ക് ഗാർഡൻ വർക്ക് ചെയ്യാൻ നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെറിയ ഗാർഡൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഗാർഡൻ വർക്കിൽ നമുക്ക് സ്റ്റോൺ ആഡ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല, അതെല്ലാം ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഫൈനൽ വർക്കായുള്ള പെയിൻറ്റിങ്, നമുക്ക് സെക്കൻഡ് കോട്ട് പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഗ്ലാഡിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. വീട്ടിലെ വുഡ് വന്നിട്ട് ഫ്രണ്ട് ഫുള്ള് നമുക്ക് തേക്കാണ് വരുന്നത്. മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. കാർ പോർച്ചിലും 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. സിറ്റൗട്ട് അത്യാവശ്യം വലിയൊരു സിറ്റൗട്ടാണ് വരുന്നത്. സിറ്റൗട്ടിൽ ഗ്ലാഡിംഗ് വർക്ക് ചെയ്യുന്ന വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടെയിലാണ്. വീട്ടിലെ ഫ്രണ്ട് ഡോർ വന്നിട്ട് നമുക്ക് തേക്കിലാണ് ചെയ്തിട്ടുള്ള CNC കട്ടിംഗ് ആണ്. നല്ല വലിയ രീതിയിൽ തന്നെ കൊത്തു വർക്ക് എടുത്തൊരു ഡോറാണ്. ഇത് മാറ്റ് പോളിഷാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അടുത്ത് വരുന്നത് നമ്മുടെ TV യൂണിറ്റാണ്. TV യൂണിറ്റും ഡൈനിങ് സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. നമ്മുടെ കബോർഡ് വർക്കിൽ വലിയൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്ക് ഫ്ലവേഴ്സ് ആയിരുന്നാലും നമുക്ക് ഫോട്ടോസ് ആയിരുന്നാലും എന്തെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. TV യൂണിറ്റ് ഏരിയയിൽ നമുക്ക് പർഹോള ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്ലവേഴ്സോ ഫോട്ടോസോ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ TV യൂണിറ്റ് ഏരിയ. എത്ര വലിയ TV ആണോ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റ് ഏരിയയാണ് വരുന്നത്. ഇതിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഹാളിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഫാനുകൾ വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്, 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നമുക്ക് 3 തട്ടായിട്ടാണ് നമ്മുടെ ജിപ്സം ബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമും സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് 3 ബെഡ്റൂം വരുന്നത്. അങ്ങനെ മൊത്തം നമുക്ക് 4 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. ഹാളിൽ ഈ പാർട്ടീഷൻ്റെ ബാക്കിലാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ. നമുക്കിവിടെ വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഡൈനിങ് സെക്ഷനോട് ചേർന്ന് തന്നെ നമുക്കൊരു വലിയ വാഷ് ബേസ് കൗണ്ടർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നത് വർക്ക് ചെയ്തിട്ടുള്ളത്. വീട്ടിൻ്റെ അകത്തെ കളർ നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സെക്ഷനിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നിന്ന് അടുത്ത് വരുന്ന ഓപ്പൺ കിച്ചണാണ്. വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും വരുന്നുണ്ട്. ഓപ്പൺ കിച്ചണിലോട്ട് വരുന്നിടത്ത് നമുക്കിവിടെ കബോർഡ് വർക്ക് ചെയ്ത് ഇവിടെ നമുക്ക് പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചൺ വലിയൊരു കിച്ചണാണ്. നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ കിച്ചണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചണിലെ സീലിങ്ങിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് 2 സൈഡും ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചൻ്റെ ചുവരുകളിലെല്ലാം വാൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് അപ്പോസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലാണ്. ഇതിൽ നമുക്ക് അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിലെ കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന ബോർഡ് നമുക്ക് മൾട്ടി വുഡാണ്. നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കിച്ചണിലെ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. കിച്ചണിലെ ഫിറ്റിങ്സ് എല്ലാം നല്ല ബ്രാൻഡഡ് ഫിറ്റിങ്സാണ് വരുന്നത്. ഈ കാണുന്ന ഓപ്ഷനിലാണ് നമുക്ക് ഫ്രിഡ്ജ് ആഡ് ചെയ്യാൻ പറ്റിയത്. നമുക്ക് ഗ്യാസ് സിലിണ്ടർ എല്ലാം നമുക്ക് ഹൗസ് സൈഡിലാണ് വരുന്നത്. ഹൗസ് സൈഡ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് സേഫായിട്ട് വയ്ക്കാൻ പറ്റും. കിച്ചണിൽ ഹോബ് വരുന്നുണ്ട്. ഫേബറിൻ്റെ ഹോബാണ് വരുന്നത്. വീട്ടിലെ കണക്ഷൻ വന്നിട്ട് നമുക്ക് 3 ഫേസ് ആണ് വരുന്നത്. വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന V ഗാർഡാണ്. സ്വിച്ചെല്ലാം വന്നിട്ട് നമുക്ക് ലീ ഗാർഡിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയ. അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. വർക്ക് ഏരിയയിൽ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് ബാക്ക് സൈഡിലാണ് നമുക്ക് നനകല്ല് വരുന്നത്. ബാക്കിലാണ് കിണറും വരുന്നത്.
ഈ കാണുന്ന ഓപ്ഷനിലാണ് നമുക്ക് നനകല്ല് വരുന്നത്. ഇവിടെയാണ് നമുക്ക് കിണർ വരുന്നത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 18x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്, ഫോർ സീലിംഗ് വരുന്നുണ്ട്. ഫോർ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് നല്ല ഫാം കളർ ലൈറ്റാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. 6 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. കബോർഡ് വർക്കിന് ഉപയോഗിക്കുന്ന ബോർഡല്ല, നല്ല പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഈ വീടിൻ്റെ ക്വാളിറ്റി വിലയിരുത്തണമെങ്കിൽ നമുക്ക് വീഡിയോ ഇവിടെ കണ്ടാൽ മനസ്സിലാകത്തില്ല. ഡയറക്റ്റ് ഒന്ന് വീട് കാണുമ്പോഴേ വീടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഈ കാണുന്ന ഏരിയ വന്നിട്ട് നമുക്ക് ഒരു ഡ്രസ്സിംഗ് റൂമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മിറർ വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്, AC പോയിന്റ് വരുന്നുണ്ട്, ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇപ്പം ട്രെൻഡിങ്ങിലുള്ള ടൈലാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന ഫുൾ നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്, സെറയാണ്. 10 കൊല്ലം വരെ നമുക്ക് ഗ്യാരണ്ടി വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോറെല്ലാം നല്ല പ്രീമിയം ഡോറാണ് വാഷ്റൂമിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിൽ നിന്ന് 70 മീറ്റർ നടന്നാൽ നമുക്ക് ബസ് റൂട്ട് എത്തും. നമുക്ക് എല്ലാ ബസ് സർവീസും ഇവിടെ കിട്ടുന്നതാണ്. സെക്കൻഡ് ഫ്ലോറിലോട്ട് സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ്. സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് വലിയൊരു സ്പേസ് ആണ് വരുന്നത്. നമുക്കിവിടെ വാൾ സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ചുവരിൽ നമുക്ക് വാൾ സ്റ്റിക്കർ വരുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൽ നമുക്ക് ജിയോ പൈപ്പിലാണ് നമ്മൾ ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വുഡിൻ്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ബ്ലാക്ക് മാറ്റ് പെയിൻറ്റ് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. സ്റ്റെയർ കയറി വരുന്ന സെൻറ്റർ ചുവരിൽ നമുക്ക് വാൾ സ്റ്റിക്കറാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു തൂക്ക് ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. നമുക്ക് പർഹോള വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഗ്ലാസ് ആണ് വരുന്നത്. അത്യാവശ്യം പകൽ നമുക്ക് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ നല്ല പ്രകാശമാണ് വീട്ടിൻ്റെ അകത്ത്. ഇവിടെയും നമുക്ക് വലിയൊരു പർഹോള വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഗ്ലാസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാള്. അതിവിശാലമായിട്ടുള്ളൊരു ഹാളാണ്. ഹാളിൽ നമുക്ക് ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു TV യൂണിറ്റ് ഏരിയയും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് വരുന്നുണ്ട്, സ്പോട്ട് ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂമിൽ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വാഷ്റൂമിലെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്ന് വരുന്ന മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മഴ സമയമുണ്ട്, ചെറിയ മഴയുടെ നോയ്സ് കാണും. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ഹാളിൽ നിന്നും വരുന്ന 4ാമത്തെ ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 12x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കബോർഡ് വർക്ക് വന്നിട്ട്. 2 പാളിയുടെ കബോർഡ് വർക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. വാഷ്റൂമെല്ലാം വലിയ വാഷ്റൂമാണ്. ഇവിടെയും ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്നതെല്ലാം ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇവിടെയും നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്. ഒരു വലിയ ഓപ്പൺ ബാൽക്കണിയാണ് വരുന്നത്. ഈ ഡോറ് നമുക്ക് തേക്കിലാണ് വരുന്നത്. ഇത് നമുക്ക് മാറ്റ് പോളിഷാണ് വരുന്നത്. ഈ കാണുന്നതിന് നമുക്ക് ഈ വീട്ടിൻ്റെ ബാൽക്കണി വന്നിട്ട്. ബാൽക്കണീൻ്റെ സൈസ് വന്നിട്ട് 22x12 ബാൽക്കണീൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് ഗ്രിപ്പുള്ള ടൈലാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്കും വരുന്നുണ്ട്. ബാൽക്കണിയിൽ നമുക്ക് ഫോർ സീലിംഗ് വരുന്നുണ്ട്. ഫോർ സീലിംഗിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ബാൽക്കണിയിൽ നിന്നും ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ ഈ സൈഡിലാണ് നമുക്ക് ടെറസിലോട്ട് പോകുന്ന സ്റ്റെയർ വന്നിട്ട്. സ്റ്റെയറിലെ ഹാൻഡിൽ വർക്കൊക്കെ ചെയ്യുന്ന ജിയോ പൈപ്പിലാണ്. ഇവിടെ കാണുന്ന ഫുൾ ഹാൻഡിൽ വർക്കും ചെയ്യുന്ന ജിയോ പൈപ്പിലാണ്. ഇത് നമുക്ക് മാറ്റ് ബ്ലാക്ക് പെയിൻ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഗ്ലാസും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓടിൻ്റെ വലിയൊരു ഡിസൈൻ വരുന്നുണ്ട്. ടെറസിൽ ടാങ്ക് വന്നിട്ട് 750 ലിറ്ററിൻ്റെ വലിയ 2 ടാങ്കാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ലൈൻ കണക്ഷൻ്റെയും ഒന്ന് നമ്മുടെ കിണറിൻ്റെയാണ് വരുന്നത്. ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ചെയ്തിട്ടില്ല. ഇവിടെ റീസൺ കാരണം നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടില്ല. വീട് കൊടുക്കുമ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫിങ് എല്ലാം ചെയ്തു. നമ്മുടെ ഫൈനൽ വർക്ക് ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്താണ് കൊടുക്കാൻ പോകുന്നത്. വീട്ടിലോട്ട് വരുന്ന റോഡ് വന്നിട്ട് നമുക്ക് 5 മീറ്ററാണ് റോഡിൻ്റെ വീതി വന്നിട്ട്. ഫുൾ നമുക്ക് ടാർ ചെയ്തിട്ടുണ്ട്. 2 കാർ വരെ ഒരുമിച്ച് വരാൻ പറ്റിയ റോഡിൻ്റെ വീതിയാണ് വരുന്നത്.
മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 70 മീറ്റർ മാറിയാണ് ഈ വലിയൊരു വില്ല കമ്മ്യൂണിറ്റി വരുന്നത്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പുളിയറക്കോണത്ത് നിന്നും 1 കിലോമീറ്റർ മാറി കാവുംപുറം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 70 മീറ്റർ മാറിയാണ് ഈ വില്ല കമ്മ്യൂണിറ്റി വരുന്നത്. വീടിരിക്കുന്നത് നല്ല നിരന്ന ഫ്ലോട്ടിലാണ്. നമുക്കിവിടെ കിണറും വരുന്നുണ്ട്, കുടിവെള്ളത്തിന് ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീടിരിക്കുന്ന 150 സെൻറ്റ് വന്നിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 2000 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂം വരുന്നുണ്ട്, 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 2 വലിയ ഇന്നോവ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. ഈ വീട് ചെയ്തിട്ടുള്ള വാസ്തു ബേസ്ഡായിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വന്നിട്ട് കിഴക്ക് ദർശനമാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 83 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നമുക്ക് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെക്കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലും താഴെക്കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ചാനലായ വേൾഡ് ഹൗസ് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തെന്തായാലും നമുക്ക് പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇട്ട് വേണം. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.